Hey everyone, welcome back. Today is a very special day for us because it's our anniversary. സോ ഞങ്ങൾ ഇന്ന് ചെറായിലേക്കാണ് പോകാമെന്ന് വിചാരിച്ചത്. ഒരു സ്റ്റേക്കേഷനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഒരു വീക്കിൻ്റെ ഒരു മിഡ് ഡേ ആയതുകൊണ്ട് തന്നെ വി ഡിഡ്ന്റ് ഹാവ് മച്ച് ടൈം ഫോർ വേറെ എവിടെയെങ്കിലും പോകാൻ. സോ വി തോട്ട് കൊച്ചിയിൽ തന്നെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ചെറായിലേക്ക് വന്നത്. ആൻഡ് ഇറ്റ്സ് മൺസൂൺ സീസൺ. ഒക്കെ ഭയങ്കര റഫായിട്ടുള്ളൊരു ടൈമായിരുന്നു. ഞങ്ങൾക്ക് ബീച്ചിൽ പോകാനുള്ള പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു പെർഫെക്റ്റ് ഐഡിയ ആയിരുന്നു ഈ ഒരു സ്റ്റേക്കേഷൻ. സോ നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നു ലെസ് 3 എലിഫൻസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. സോ ഐ വിൽ ഷോ യു അറൗണ്ട്. ആൻഡ് ഒരു ടി വി, പിന്നെന്താ, ബെഡുണ്ട്, വാഷ് ബേസിൻ, മിറർ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ വാഷ്റൂം ഞാൻ കാണിക്കുന്നില്ല. ആൻഡ് ഇത് തുറക്കുമ്പോൾ ഒരു ബാക്ക് ഏരിയ ഉണ്ട് ഇതിന്. ഇറ്റ്സ് സോ ഗുഡ്. എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബാക്ക് ഏരിയ ആണ്. ആൻഡ് ഇവിടെ ഇരിക്കാൻ കുറച്ച് സ്പേസ് ഉണ്ട്. സോ നമ്മൾ പോയ റിസോർട്ടിൽ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാത്രമാണെന്ന് തോന്നുന്നു ആ പ്രോപ്പർട്ടിയിലുണ്ടായിരുന്നത്. ആൻഡ് നമുക്കൊരു പ്ലാൻസ് പോലും ഇല്ലായിരുന്നു ചെറായിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന്. കാരണം നമ്മൾ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് ചെറായി ബീച്ചിൽ. ഞാൻ കുറേ നേരം ടി വി കണ്ടിരുന്നു, പിന്നെ സീരീസൊക്കെ കണ്ടിരിക്കുമായിരുന്നു ആക്ച്വലി. പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, ആനിവേഴ്സറി അല്ലേ. ഈ പ്രോപ്പർട്ടീനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ വരുന്നത് ഒരു റിവറാണ്. ആൻഡ് ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും. ഈസി ആക്സസിബിൾ ആണ്. സോ ബീച്ചിൽ എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല. സോ നമ്മളൊരു വാക്കിന് പോകാമെന്ന് വെച്ചിട്ടാണ് പോയത്. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മതിലും കഴിഞ്ഞും ഇങ്ങനെ വേവ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആക്ച്വലി ഇതൊരു സ്കെയറി ആയിരുന്നു കുറച്ച്. കണ്ടിട്ട് പേടിയുണ്ടോ ദീപു? സോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി വേവ്സ് നമ്മളെയും കൂടെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് വി തോട്ട് വിൽ ഹാവ് എ ടീ. പിന്നെ നമ്മൾ ആ കഫേന്ന് കഴിച്ചില്ലായിരുന്നു. ആക്ച്വലി ഭയങ്കര ഒരു എക്സ്പെൻസീവായി തോന്നി. സോ വി കെയിം ബാക്ക് ടു അവർ സ്റ്റേ. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓൾറെഡി ടീ ആൻഡ് സ്നാക്സ് ഉണ്ടായിരുന്നു. സോ വി ഏറ്റ് ദാറ്റ്. ആൻഡ് ഫോർ ദ ഡിന്നർ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന വേവ്സിലായിരുന്നു. ദ ഫുഡ് വാസ് ആവറേജ്, പക്ഷേ നൈസൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ദിസ് ഇസ് നെക്സ്റ്റ് ഡേ മോർണിംഗ്. സോ നമ്മൾ ഇന്ന് തന്നെയാണ് ചെക്ക് ഔട്ട് ചെയ്യുന്നത്. പുറത്ത് സ്റ്റേ എടുക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്നറിയാം, ഇന്ന് ചെക്ക് ഔട്ട് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഈ വ്യൂ ഒക്കെ കാണാൻ നൈസായിരുന്നു. സോ ആ റിവർ സൈഡിലേക്ക് നോക്കിയിരിക്കാൻ 2 ചെയർസൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നു കുറച്ച് നേരം. So recently I've started journaling. It actually helps me get everything out of my head and clears my mind. രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ബേർഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കേട്ട് ആക്ച്വലി കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മോർണിംഗ് കിട്ടുന്നത്. ഇറ്റ് വാസ് വെരി പോസിറ്റീവ്. അങ്ങനെ നമ്മൾ കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രോപ്പർട്ടിയിൽ ഈ ബാക്ക് യാർഡാണ്, ഈ റൂമിൻ്റെ. ആൻഡ് ഇവിടെ ഇങ്ങനെ കിടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റും. ആൻഡ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ആക്ച്വലി ഭയങ്കര രസമുണ്ടായിരിക്കും. സോ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്നായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു സ്റ്റേയിൽ. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു. വെറുതെ ഒരു സ്റ്റേക്കൊക്കെ വരുവാണെങ്കിൽ നൈസായിരിക്കും. എന്നാലും ഒരു ഗെറ്റ് അവേ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. എനിക്കൊരുപാട് ഇഷ്ടമായി.
പിന്നെ പുറത്ത് ഒരുപാട് കഫേസൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട് ഇങ്ങോട്ടേക്ക്. അതൊക്കെ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ട്രൈ. And that's it for today's vlog. I hope you all enjoyed. Thank you and bye.